Welcome to Gurukul Morning Mania. You can stay with me for 5 minutes. ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത് ഇന്റർസെപ്റ്റർ 650 കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴികളാണ് ഇന്റർസെപ്റ്റർ 650 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് സംബന്ധിച്ച് ഞാൻ കുറച്ച് ഓൾട്ടറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഫീച്ചേഴ്സ് സംബന്ധിച്ച് 650cc പാരലൽ ടിൻ സിലിണ്ടർ 2 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇത് സൂപ്പർ, യാതൊരു സംശയമില്ല. ബിക്കോസ് ഡ്യുവൽ ചാനൽ ABS, പിന്നെ വെരി പെർഫെക്റ്റ് ഫെറിലി ടയേഴ്സ്, പിന്നെ വളരെ നല്ല എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള റൈഡിങ് സപ്പോർട്ട് വിത്തൗട്ട് വൈബ്രേഷൻ. പിന്നെ 2 എക്സോസ്റ്റ് നോട്ട് ഉണ്ട്. അത്യാവശ്യം വളരെ അത്യാവശ്യം സൗണ്ടൊക്കെയാണുള്ളത്. നമുക്ക് സൈലൻസർ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഏകദേശം 9,800 rupees നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നല്ല സൈലൻസറുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് സ്റ്റോക്കാണ്, ഇത് വീൽസ് എല്ലാം സ്റ്റോക്കാണ്. ഇതിനകത്ത് അലോയ്സ് ഒന്നുമില്ല. പക്ഷേ അലോയ്സിനെ കാട്ടി എപ്പോഴും ബെറ്റർ ഈ ടൈപ്പ് വണ്ടികളിൽ ബെറ്റർ എന്ന് പറയുന്നത് സ്പോക്കുകളിൽ തന്നെയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇതിൻ്റെ റൊട്ടേഷനൊക്കെ വളരെ കറക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ സ്പോക്കിലൂടെ സാധിക്കും. നല്ല ഷോക്ക് അബ്സോർബറാണ് നിലവിലുള്ളത്. ഫ്രണ്ട് ബാക്ക് ഷോക്ക് അബ്സോർബർ വളരെ എക്സലൻ്റ് ആണ്, നല്ല പെർഫോമൻസ് ആണ്. നമുക്ക് വളരെയധികം റൈഡിങ് കംഫോർട്ട് തരുന്നുണ്ട്. സീറ്റിംഗ് ആണെങ്കിലും അത് കണക്ക് തന്നെ നോർമൽ സീറ്റിംഗ് ഞാൻ എക്സ്ട്രാ ഒരു ബോക്സ് ചെയ്തു. ഞാൻ JB റേസിങ്ങിൻ്റെ ഒരു ബാക്ക് റെസ്റ്റ് വിത്ത് നമുക്ക് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കാരിയർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു സ്പെഷ്യൽ USB ചാർജർ ആൻഡ് 28 മോഡ് ഇൻഡിക്കേറ്റേഴ്സ് 28 മോഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോർവേയിൽ. അപ്പം ഞാനതെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി ചുറ്റുപാട് നിന്നെല്ലാം കാണാൻ പറ്റും. മീറ്റർ കൺസോളിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് 200 km/h ആണ് ഇതിൻ്റെ സ്പീഡോമീറ്ററിൽ എഴുതിയിട്ടുള്ളത്. നമുക്കൊരു 140 വരേക്കും കയറാൻ യാതൊരു കുഴപ്പമില്ല. നമുക്ക് മാക്സിമം നമുക്കൊരു 5,000 ഒക്കെ നല്ല സ്മൂത്ത് റൈഡിങ് ആണ് കംഫോർട്ട് തരുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള പറയാനുള്ളത് ഒരു 70 to 80, 70-75 നല്ല സ്മൂത്ത് കംഫോർട്ട് റൈഡ് കിട്ടും. 70-75 ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70-75 സ്പീഡിൽ വളരെ സ്മൂത്ത് കംഫോർട്ടായിട്ടുള്ള ഒരു കിട്ടുന്നത്. പിന്നെ എന്താ പറയുന്നത്, റോയൽ എൻഫീൽഡ് ഇതിന് 3 വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 3 year വാറണ്ടി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഏകദേശം ഞാൻ ഇതിൻ്റെ മീറ്ററെല്ലാം റീപ്ലേസ് ചെയ്യുകയുണ്ടായി. ഇതിനകത്ത് ചെറിയ ലീക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മീറ്ററെല്ലാം റീപ്ലേസ് ചെയ്യുകയുണ്ടായി. ഞാനിപ്പോൾ മനോഹരമായ വയനാട് ബീച്ചിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഞങ്ങൾക്ക് ചുറ്റുപാട് വയനാട് ബീച്ച് വളരെ മനോഹരമായ ഒരു ഈവനിങ് ആണ് ഇവിടെ. വളരെ അപകടം പിടിച്ചൊരു ബീച്ച് കൂടിയാണിത്. വളരെയധികം ഡെപ്തുള്ള ഒരു ബീച്ച് കൂടിയാണ്. വളരെയധികം ഡെപ്ത് മാത്രമല്ല, വളരെയധികം കറണ്ടാണ് ഇവിടെ. വളരെയധികം കുടിക്കാനും കാല് നനയ്ക്കാനും വളരെയധികം സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിന് ഫയറിങ് ഓർഡർ പറയുകയാണെങ്കിൽ 170 ഫയറിങ് എങ്കിലും വരുന്നൊരു ഫയറിങ് ഓർഡറാണ് ഇതിനുള്ളത്. സോ ഇത് വളരെയധികം ബെറ്റർ. നമുക്കെന്താ പറയാം, വൈബ്രേഷൻ എന്ന് പറയുന്നത് ബിൽക്കുൽ ഒന്നുമില്ല. ഒരു ട്വിൻ സ്പാർക്ക് ഓരോ സിലിണ്ടറിലും ഇല്ല. സിംഗിൾ സ്പാർക്ക് ഫോർ ഈച്ച് സിലിണ്ടേഴ്സാണ് ഇതിനകത്തുള്ളത്. അത് മാത്രമല്ല, വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവാണ് ട്രയംഫിനെയും ഹാർലി ഡേവിഡ്സനെ അപേക്ഷിച്ച്. നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് ആണെങ്കിൽ എന്താണ് റോയൽ എൻഫീൽഡ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഒരു നല്ല ഈവനിങ് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വണ്ടിയുടെ ചുറ്റുഭാഗം ഞാൻ വീഡിയോയിൽ പകർത്തി കാണിക്കാം. ഈ ബോക്സ് 900 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ സ്റ്റാൻഡ് 2,800 രൂപ. പിന്നെ നമുക്ക് ഷൂസ് കംപ്ലൈൻറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു കവർ ആവശ്യമാണ്. പിന്നെ ഞാനിത് അഡീഷണലായിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണ് ഈ ക്രാഷ് കാർഡ് എന്ന് പറയുന്നത്. സ്പോക്ക് വീൽസ് ആർ വെരി ബ്യൂട്ടിഫുൾ. ഇത് കസ്റ്റം മോഡലാണത്. ബേക്കർ എക്സ്പ്രസ് എന്ന് പറയുന്നത് കസ്റ്റം മോഡലാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഇന്റർസെപ്റ്റർ 650. കാരണം നമുക്കിത് വാല്യൂ ഫോർ മണി തന്നെയാണ്. വാല്യൂ ഫോർ മണി. താങ്ക് യു. ഐ എം സൈനിങ് ഔട്ട്. You subscribe my channel and click a bell icon and give me support. Thank you. Jay. ക്ലിയറിനാവും കട്ടിയായിട്ടില്ല, കുറച്ച് പേർക്ക് കളഞ്ഞാൽ മതിയില്ല ലാസ്റ്റ്.